പഠിക്കും. നമ്മൾ എങ്ങനെ ആചരിക്കണമെന്ന് പഠിക്കും. ഇത് നമ്മൾ പുരാണങ്ങൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പിതൃയജ്ഞം എന്നൊരു ക്രിയയുണ്ട്, അത് പഠിപ്പിക്കണം. അത് ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങൾ രണ്ടാമതായി പഠിപ്പിക്കുന്നത് പിതൃയജ്ഞമാണ്. മൂന്നാമതായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാ വീടുകളിലും അഗ്നിഹോത്രം ചെയ്യണം. എന്തിനാണ് അഗ്നിഹോത്രം ചെയ്യുന്നത്? അഗ്നി ഇല്ലാതെ നമ്മുടെ സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം ഒളിമ്പിക്സ് നടക്കുന്നതിനെ പറ്റി. ഒളിമ്പിക്സ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഒളിമ്പിക്സിൽ ദീപശിഖയുണ്ട്. ആ ഒളിമ്പിക്സിൽ പോലും അഗ്നിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ അഗ്നി സംസ്കാരം ഭാരതത്തിൽ എല്ലാ കാലത്തും ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്നതാണ്. അഗ്നി, ഞങ്ങളുടെ അഗ്നി മുന്നോട്ട് നയിക്കുന്നതാണ്. അതുകൊണ്ട് ആ അഗ്നി ഞങ്ങളുടെ കൂടെ വേണമെന്നതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അഗ്നി തെളിയിച്ചുകൊണ്ടാണ്. വിവാഹം അഗ്നി സാക്ഷിയായിട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു അഗ്നി കത്തിച്ചു വെക്കും. എന്താണ് അഗ്നി? അഗ്നി, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സർവേശ്വരനാണ് അഗ്നി എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള അഗ്നി നമ്മൾ മുന്നോട്ട് നയിക്കുകയാണ്. അങ്ങനെയുള്ള അഗ്നിയാണ് എല്ലാം. പണ്ട് കാലത്തൊക്കെ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത് ഒരു ഇലയിട്ട് ആ ഇലയ്ക്ക് ഒരു വിളക്ക് കത്തിച്ച് അതൊക്കെ ഈശ്വരനാണെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കഴിച്ചിരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന പ്രാർത്ഥന എന്തായിരുന്നു വെച്ചാൽ അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ എന്നാണ്. അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് ഞങ്ങളെ സത്തിലേക്ക് നയിച്ചാൽ, തമസോമാ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് നയിച്ചാൽ എന്നാണ്. ഇന്ന് നമ്മൾ 27ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ച് ആ കേക്കിന് ചുറ്റും 27 മെഴുകുതിരി ഉണ്ടാക്കി എന്ന് ഊതി കിടത്തിക്കൊണ്ട് നമ്മൾ പറയും ഞങ്ങൾ എല്ലാവരും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. നമ്മൾ ഒരിക്കലും ഇപ്പോൾ തമസോമാ ജ്യോതിർഗമയ എന്നതിലല്ല. നമ്മൾ എപ്പോഴൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് ഇരുട്ടിലേക്ക് എങ്ങനെ പോകാൻ കഴിയും. അതുകൊണ്ട് ഒരു കവി തന്നെ പാടി നമുക്ക് ഇരുട്ട് തമസല്ലോ സുഖപ്രദം എന്ന്. ആ കവിയുടെ പാട്ട് കൂടിയായപ്പോൾ നമുക്കത് പൂർണ്ണമായി എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതചര്യ എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? അഗ്നിഹോത്രം ചെയ്യണം. എന്തിനാണ് അഗ്നിഹോത്രം ചെയ്യുന്നത്? ദിവസവും അഗ്നിഹോത്രം ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് അസാധാരണമായ തേജസ് ഉണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദൂതിനു വേണ്ടി കൃഷ്ണൻ പോകുന്ന രംഗമുണ്ട് ദുര്യോധനെ കാണാൻ വേണ്ടി. എങ്ങനെയെങ്കിലും യുദ്ധം ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചു പോകണം. അപ്പൊ പറയും ഒരു സന്ധ്യയായി, വൈകുന്നേരമായി. അപ്പൊ കൃഷ്ണൻ പറയും സന്ധ്യയായി, ഇനി എനിക്ക് അഗ്നിഹോത്രം ചെയ്തിട്ട് സന്ധ്യാവന്തനം ചെയ്തിട്ട് തേര് നിർത്തും. കൃഷ്ണൻ പറഞ്ഞതാണ്, മഹാഭാരതത്തിലുള്ള വരിയാണ്. അതാണ് ഇവിടെ കാണുന്ന ചിത്രം. അഗ്നിഹോത്രം ചെയ്യുന്ന കൃഷ്ണൻ. കൃഷ്ണൻ പറയുന്നതാണ് എന്റെ ഭക്തൻ എന്നെ പോലെയാവണം, എന്റെ ഭക്തൻ എന്നെ പോലെയാവണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് കൃഷ്ണൻ പറയുകയാണ് തേര് നിർത്തു, എനിക്ക് അഗ്നിഹോത്രം ചെയ്യണം, സന്ധ്യാവന്തനം ചെയ്യണം. 10 മിനിറ്റ് എടുക്കും, മാക്സിമം 15 മിനിറ്റ്. ഏറ്റവും ചുരുക്കം ചിക്കുൻകുഞ്ഞി എങ്ങനെ ഉണ്ടാവില്ല. കാരണം അതിനകത്തുള്ള സുഗന്ധങ്ങൾ കൊണ്ട് ആ ചിക്കുൻകുഞ്ഞി എങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാണ്ടാവും അഗ്നിഹോത്രം ചെയ്യണം. മൂന്നാമതായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഒന്നാമത് സന്ധ്യായജ്ഞം, രണ്ടാമത് ദേവയജ്ഞം, പിതൃയജ്ഞം, നാലാമതായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ബലിവൈശ്വദേവം. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കണം. നമ്മുടെ വരുമാനത്തിന്റെ ഒരംശം ദാനം ചെയ്യാൻ തയ്യാറാവണം, കൊടുക്കാൻ തയ്യാറാവണം. നമ്മൾ ഇന്ന് കൊടുക്കാറില്ല, വാങ്ങി വെക്കാറേ ഉള്ളൂ. കൊടുക്കാത്തത് കൊണ്ടാണ് ഹിന്ദു ധർമ്മത്തിൽ ഇത്രയധികം പ്രതിസന്ധി ഉള്ളത്. എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കണം. അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മാറ്റണം. ഇത് നമ്മളെല്ലാം വ്യാജന്മാരാണ്. നമ്മള് രാവിലെ പറയുന്നത് ഇതൊന്ന് ഗുരുവായൂർ പോകണം ഗോപാലകൃഷ്ണ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അന്ന് വൈകുന്നേരം പോകുന്നതിന്റെ ഒരു 11 മണിയാകുമ്പോ നമ്മള് ഒരു ഗോനെ അടിച്ച് റെഡിയാക്കി. അതായത് ഒരു പശുവിനെയോ ഒരു മൂലിയോ ശരിയാക്കി തിന്നും, അല്ലെങ്കിൽ ഒരു കോഴിയെ ശരിയാക്കി തിന്നും. എന്നിട്ട് നമ്മൾ പറയും ഗോപാലകൃഷ്ണ. ഗോപാലകൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം പശുവിനെ പാലിക്കുന്ന കൃഷ്ണ എന്നാണ് പ്രാർത്ഥന. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പറയുന്ന വാക്ക് ഗോപാലകൃഷ്ണ എന്ന് പറയുമ്പോൾ വയറിലുള്ളത് ഗോ ആണ്. എന്നിട്ട് ഗോ പറയും എന്നെ പാലിക്കാത്ത ഇവരെ കൃഷ്ണാക്കൾ നോക്കുമോ എന്ന് ചോദിക്കും.
വിധി വേണ്ട രീതിയിൽ നമ്മളെ ഒരു പിത്തനാട്ടത്തിന്റെ വഴിയാക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കണം, ബലിവൈശ്വദേവം ചെയ്യണം ദിവസവും. ഏറ്റവും ഒടുവിൽ ചെയ്യേണ്ടത് അതിഥി യജ്ഞം. അതിഥി യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ബിസ്ക്കറ്റും ചായയും കൊടുക്കലല്ല. തിഥി എന്ന് പറഞ്ഞാൽ ഏകാദശി, ത്രയോദശി, ചതുർദശി. ആ തിഥി നോക്കാതെ വരുന്ന ഋഷിമാർ, സന്യാസിമാർ, വേദപണ്ഡിതർ എന്നിവരാണ് ഈ പറയുന്ന ആളുകൾ. അവർ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് തിരിയുന്നത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ബലിവൈശ്വദേവം ചെയ്യണം എന്ന് എല്ലാവരും ചോദിക്കുന്നത് പോലെ എന്തിനാണ് നമ്മൾ അതിഥി യജ്ഞം ചെയ്യുന്നത്? ഈ ഋഷിമാര്, ഈ ആചാര്യന്മാര് പണ്ട് നമ്മുടെ വീട്ടിൽ വന്ന കാലത്ത് പറയും, ഒരു കുട്ടി, പെൺകുട്ടി, ഞാൻ പല പെൺകുട്ടികൾ നോക്കുന്ന സമയത്ത് ഇവരൊന്നും പൊട്ടുവിടാറില്ല. നമ്മൾ പറഞ്ഞത് മൂന്നാം കണ്ണെന്ന് തുറന്നു കിട്ടിയാൽ ചെറിയ കാഴ്ചപ്പാടല്ല, വലിയ കാഴ്ചപ്പാടുണ്ടാവുന്ന. അതിനാണ് നമ്മൾ ഇവിടെ ഒരു വലിയ ബ്ലാക്ക് ഉണ്ട്, അവിടെയാണ് നമ്മൾ ചന്ദനം പൂശുന്നത്. ഇതൊക്കെ കുളിമയാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഇത് ചരക്ക് പുറത്താണ്. ഞാൻ പറഞ്ഞ കട്ടകാലത്ത് ആരോഗ്യ എന്നത്തെ ആരോഗ്യ മരുന്നുണ്ടാക്കിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ ചന്ദനം വെക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര കുളിമ വരും. ഈ കുളിമ കൊണ്ട് നമുക്ക് ബുദ്ധിക്ക് ഒരു സുഖം ലഭിക്കും. ഈ സുഖം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചന്ദനം കൊടുക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികളുടെ ഫാഷന് വേണ്ടിയിട്ട് അത് വളരും. എന്നിട്ടോ നാളെ ക്യാൻസർ പിടിക്കാൻ രോഗമുള്ള ആ സ്റ്റിക്ക് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടി നമ്മളൊക്കെ ഉപയോഗിച്ചു വേണമെച്ചാൽ ഈ പറയുന്ന സംഗതി ഒരു ആചാരം കണ്ടാൽ തീരും. അദ്ദേഹം പറയും, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ നടക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി ഒരു ആചാര്യൻ പറഞ്ഞാൽ ഭർത്താവ് കൊടുക്കും, പക്ഷേ ഭാര്യ പറഞ്ഞിട്ടില്ല. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ടാവും. ഭാര്യയ്ക്ക് ഒരു ആചാര്യനോ ഒരു ഗുരുനാഥനോ ഒരു സന്യാസിയോ നോക്കി വരുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, അടുത്ത് വിളിച്ചില്ല, അതെ ഇങ്ങനെ നടക്കരുത് കേട്ടോ. അപ്പൊ ഭാര്യ കേട്ടില്ലേ? പിന്നെ പല ഗുണങ്ങൾ സാമൂഹ്യ തലത്തിൽ അതിഥി സർക്കാരിനുണ്ടാവും. നമ്മൾ അതിഥി സർക്കാർ തന്നെ വരുന്നതൊക്കെ ഒരു ചായ, ഒരു ബിസ്ക്കറ്റ് കൊടുക്കും. ഇവരൊന്നും അതിഥികളൊന്നല്ല, നിങ്ങൾ കാണാൻ നോക്കണേ, അതിന് അതിഥികളെ കിടക്കാൻ പറ്റാൻ. ഇവരെ ഈ പറയുന്ന 5 യജ്ഞങ്ങൾ, ഒന്ന് ബ്രഹ്മയജ്ഞം അഥവാ സന്ധ്യാവനം, 2 ദേവയജ്ഞം അഥവാ അഗ്നിഹോത്രം, മൂന്നാമത്തത് പിതൃയജ്ഞം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കൽ, 4ാമത്തത് അതിഥി യജ്ഞം, 5 ബലിവൈശ്വദേവം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ 5 ആചരണങ്ങൾ കൃത്യമായി ചെയ്താൽ, ഒന്നാമത്തെ ബ്രഹ്മയജ്ഞം ചെയ്യുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ഈശ്വരനുണ്ട് എന്ന ബോധം എനിക്കുണ്ടാവും. രണ്ടാമതായിട്ട് ദേവയജ്ഞം അഥവാ അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ ഈ വിറക് കൊള്ളിയിൽ പോലും ഈശ്വരനുണ്ട് എന്ന തോന്നലുണ്ടാവും. എന്തിനാണ് അഗ്നിഹോത്രം ചെയ്യുന്നത് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. എന്തിനാണ് അഗ്നിഹോത്രം ചെയ്യുന്നത്? അഗ്നിഹോത്രം ചെയ്യുന്നത് എന്തിനാണെന്ന് വളരെ രസകരമായി പറഞ്ഞിട്ടുണ്ട്. അയന്ത ഇതും ആത്മാചാതവേദസ്തേനെ ജസ്വവർദ്ധസ്വ ചേർദ്ധവർദ്ധയ ചാസ്മാൻ പ്രജയാ. നല്ല കുറ്റം ഉണ്ടാവട്ടെ.